നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് ഈ 2024 ആദ്യ മാസത്തിന്റെ അവസാന ഞായറാഴ്ച നമുക്ക് ഒന്നിച്ചായിരിക്കാൻ ദൈവം തന്ന അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തുടക്കത്തില് നമ്മുടെ മീറ്റിംഗ് ആരംഭിച്ചപ്പോ ആമുഖമായിട്ട് പ്രാർത്ഥിക്കുകയും ചില കാര്യങ്ങൾ പറയുകയും ചെയ്ത സഹോദരൻ ആ കാര്യം ഓർപ്പിച്ചിരുന്നല്ലോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പുതിയ വർഷത്തിന്റെ ആദ്യത്തെ മാസം കടന്നു പോവുകയാണ്. കടന്നു പോകുമ്പോൾ താന് എമ്മി കാർമൈക്കിളിന്റെ ഒരു എഴുത്തുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു. അതായത് ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തെ സ്തുതിക്കണം. ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം സാഹചര്യങ്ങളെ നമുക്ക് ഈ വർഷത്തിൽ തുടർന്നുള്ള ദിവസങ്ങളിലും തരും എന്നുള്ള നിലയിൽ എമ്മി കാർമൈക്കിൾ എന്ന് പറയുന്ന ആ ദൈവദാസിയുടെ താൻ എഴുതിയ ഒരു ഭാഗം താൻ ഉദ്ധരിക്കുകയുണ്ടായല്ലോ. പ്രിയപ്പെട്ടവരെ, 76 സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ ദൈവത്തെ സ്തുതിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇതുപോലെ ഒരു വാക്യം നമുക്ക് കാണാം. അതിൻ്റെ ആസാഫിൻ്റെ ഒരു സങ്കീർത്തനമാണിത്. 76 സങ്കീർത്തനത്തിൻ്റെ 10ാമത്തെ വാക്യം, അതിൻ്റെ ആദ്യ ഭാഗം, മനുഷ്യന്റെ ക്രോധം നിന്നെ സ്തുതിക്കും നിശ്ചയം. കണ്ടോ, ഇവിടെയും ദൈവത്തെ സ്തുതിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ സ്തുതിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായി പ്രതീക്ഷിക്കാത്ത ഒരു കാര്യത്തോട് ചേർത്താണ് സ്തുതിയെക്കുറിച്ച് പറഞ്ഞേക്കുന്നത്. എന്താ? മനുഷ്യന്റെ ക്രോധം നിന്നെ സ്തുതിക്കും. മനുഷ്യന്റെ ക്രോധം, മനുഷ്യന്റെ ആ നിലയിലുള്ള ദേഷ്യം, അവന്റെ ക്രോധം, അവന്റെ റാത്ത്, അത് ദൈവത്തിനൊരു പ്രൈസായിട്ടായിരിക്കും എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്കത് എന്താ ഈ പറഞ്ഞേക്കുന്നതെന്ന് മനസ്സിലാവുകയില്ല. മനുഷ്യന്റെ നന്ദിയുള്ള ഒരു ഹൃദയം നിന്നെ സ്തുതിക്കും എന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. മനുഷ്യന്റെ ദൈവത്തോടുള്ള സ്നേഹം അത് അവനെ ദൈവത്തെ സ്തുതിപ്പാൻ പ്രേരിപ്പിക്കും എന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. അതേസമയം ഇവിടെ സങ്കീർത്തനക്കാരൻ എന്താ പറഞ്ഞേക്കുന്നത്? മനുഷ്യന്റെ ക്രോധം നിന്നെ സ്തുതിക്കും. മനുഷ്യന്റെ ക്രോധം നിനക്ക് വിഷമമായി തീരുമെന്നോ മറ്റോ പറഞ്ഞിരുന്നെങ്കിൽ നമുക്കത് മനസ്സിലാകുമായിരുന്നു. പക്ഷെ മനുഷ്യന്റെ ക്രോധം നിന്നെ സ്തുതിക്കും എന്ന് പറഞ്ഞാൽ അതെന്താണ്? അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യന്റെ നന്ദിയുള്ള ഒരു മനോഭാവം നിനക്ക് സ്തുതിയായിരിക്കും എന്ന് പറഞ്ഞാലും നമുക്ക് മനസ്സിലാകും. പക്ഷെ ഇത് പരസ്പര വിരുദ്ധമായ രണ്ട് കാര്യങ്ങളെ ഒരു കൊച്ചു വാക്യത്തിൽ കൊണ്ടുവന്ന് സംക്ഷേപിച്ചിട്ട് പറയുന്നു, മനുഷ്യന്റെ ക്രോധം നിന്നെ സ്തുതിക്കും എന്ന് പറഞ്ഞാൽ നമുക്കത് സ്വാഭാവികമായിട്ട് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു കാര്യമല്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെ സസൂക്ഷ്മം നമ്മൾ നോക്കിയാൽ, അല്ലെങ്കിൽ ചില ആളുകൾ നമ്മളോട് പെരുമാറുന്ന ചില കാര്യങ്ങളെയൊക്കെ നോക്കിയാൽ, നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില സാഹചര്യങ്ങളെയൊക്കെ നോക്കിയാൽ ഇത് വളരെ സത്യമായ ഒരു പ്രസ്താവനയാണെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. മനുഷ്യന്റെ ക്രോധം അതും ആത്യന്തികമായിട്ട് ദൈവത്തിന് സ്തുതിയായിരിക്കും എന്നുള്ളതൊരു വസ്തുതയാണ്. നമുക്ക് ഈ കാര്യത്തെ സൂചിപ്പിക്കുന്ന പല കാര്യങ്ങൾ, പലരുടെ അനുഭവങ്ങൾ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഈ കാര്യം സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമല്ല. എന്നാൽ വിശ്വാസത്തിന്റെ ഈ ജീവിതത്തിൽ സ്വാഭാവിക യുക്തി കൊണ്ട് മനസ്സിലാക്കാൻ ഒക്കാത്ത ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണല്ലോ എബ്രായ ലേഖനകാരൻ വിശ്വാസത്തിന്റെ അധ്യായം പറയുമ്പോൾ വിശ്വാസത്തിന് നൽകുന്ന നിർവചനം തന്നെ എന്താണ്? വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. കാണുന്ന കാര്യങ്ങളുടെ നിശ്ചയമാണെങ്കിൽ അതങ്ങനെയല്ല. വിശ്വാസം എന്ന് പറയുന്നത് നമുക്ക് സ്വാഭാവികമായിട്ട് കണ്ണുകൊണ്ട് കണ്ട് 2+2=4 എന്നുള്ള നിലയിൽ നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് യുക്തി കൊണ്ട് മനസ്സിലാകും. എന്നാൽ വിശ്വാസം കൊണ്ട് മനസ്സിലാകുന്നത് കാണാത്ത ചില കാര്യങ്ങളാണ്. നമ്മൾ വായിച്ച ഈ വാക്യത്തോടുള്ള ബന്ധത്തിൽ 76
76-ാം സങ്കീർത്തനത്തിന്റെ 10-ാമത്തെ വാക്യത്തോടുള്ള ബന്ധത്തിൽ മനുഷ്യന്റെ ക്രോധം നിന്നെ സ്തുതിക്കും എന്ന് പറഞ്ഞേക്കുന്ന ഈ കാര്യം എങ്ങനെയാണ് എന്ന് നമുക്ക് വളരെ വേഗത്തിൽ ഒന്ന് ചിന്തിച്ച് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള സ്വാഭാവികമായി നമ്മൾ സ്വാഗതം ചെയ്യാത്ത കാര്യങ്ങളാണ് ക്രോധം എന്ന് പറയുന്നത്. ആളുകളുടെ ക്രോധം, ആളുകളുടെ നമ്മോടുള്ള തെറ്റായ പെരുമാറ്റം, ഈ ക്രോധത്തെ നമ്മൾ സ്വാഭാവികമായിട്ട് സ്വാഗതം ചെയ്യുന്നില്ല. പക്ഷേ എങ്കിലും നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരാം. അതും ദൈവം എന്താക്കി തീർക്കും? ആത്യന്തികമായിട്ട് ദൈവത്തിന് മഹത്വമാക്കി തീർക്കും. എന്നിട്ട് സങ്കീർത്തനക്കാരൻ നമുക്കൊരു സംശയം ഉണ്ടെങ്കിൽ അത് മാറട്ടെന്ന് പറഞ്ഞ് താൻ പറയുക, നിശ്ചയം മനുഷ്യന്റെ ക്രോധം നിന്നെ സ്തുതിക്കും. അപ്പം നമ്മളെ പോലുള്ള ചിലർ അതെങ്ങനെ അപ്പൊ സങ്കീർത്തനക്കാരൻ പറയും, നിശ്ചയം, ഷുവർ. അതെങ്ങനെ? പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യന്റെ ക്രോധം ദൈവത്തിന് സ്തുതിയായി മാറുന്നത് എങ്ങനെയാണ്? തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ സ്വാഭാവിക യുക്തി കൊണ്ട് മനസ്സിലാക്കാൻ ഒക്കുകയില്ല. എന്നാൽ വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ട് ഈ കാര്യങ്ങളെ കണ്ടാൽ ഇത് ദൈവം സ്തുതിയാക്കി തീർക്കും. നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ക്രോധം ആത്യന്തികമായി ദൈവം സ്തുതിയാക്കി തീർക്കും എന്നുള്ള ഒരു സദ്വാർത്തയാണ് നമുക്ക് ഈ മാസത്തിന്റെ ഒടുവില് നമുക്ക് ഇതുമായിട്ട് ചേർത്ത് ചിന്തിക്കാനായിട്ട് കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ബൈബിളിലെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായി ഒട്ടേറെ ആളുകളുടെ കഥകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഥകളല്ല, സംഭവങ്ങളാണ്, അവരുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾ. അതൊക്കെ പലതും എന്തിനാ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചേക്കുന്നത്? പണ്ട് ജോസഫിന് അങ്ങനെ ഉണ്ടായതൊക്കെ ഇന്ന് നമ്മൾ ഇതെല്ലാം കൂടെ വായിച്ചിട്ട് എന്ത് ചെയ്യാനാ? പ്രിയമുള്ളവരെ, ഇതുപോലെയുള്ള ചില വാക്യങ്ങളുടെ മുമ്പിൽ ആളുകളുടെ ജീവിതത്തിലെ ആ നിലയിൽ ഉണ്ടായ അനുഭവങ്ങൾ നമുക്കതിനോട് ചേർത്ത് വെച്ച് ചിന്തിക്കുമ്പോൾ ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾക്ക് നമുക്ക് മറുപടി കിട്ടും. നമ്മൾ നോക്കുക, മനുഷ്യന്റെ ക്രോധം നിന്നെ സ്തുതിക്കും എന്ന് പറയുമ്പോൾ ഒരു വശത്ത് ക്രോധമുണ്ട്, മറുവശത്ത് സ്തുതിയുണ്ട്. നമുക്കറിയാമല്ലോ, യാക്കോബിന്റെ മകൻ യോസഫിന്റെ കാര്യം ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് അവനോട് എന്താ? സ്വന്തം സഹോദരന്മാർ തന്നെ ക്രുദ്ധിച്ചു. സ്വന്തം സഹോദരന്മാർ തന്നെ അവനോട് ദേഷ്യപ്പെട്ടു, അവനോട് ക്രോധമുള്ളവരായിട്ട് പെരുമാറി. അവരവനെ പൊട്ടക്കിണറ്റിലിട്ടു. പിന്നെ ഇസ്മായില്യ കച്ചവടക്കാർക്ക് വിറ്റു. അവിടെ നിന്ന് അവൻ പല തിക്താനുഭവങ്ങളിലൂടെ കടന്നുപോയി. അങ്ങനെ അപ്പന്റെ ആ നിലയിലുള്ള പ്രിയ മകനായിട്ട് വീടിന്റെ സുഖങ്ങൾ അനുഭവിച്ച് ജീവിച്ച ജോസഫ് എന്തുകൊണ്ടാണ് ഈ കഷ്ടങ്ങളിലൂടെ എല്ലാം കടന്നു പോകാൻ ഇടയായത്? മനുഷ്യന്റെ ക്രോധം. ആ മനുഷ്യരാരായിരുന്നു? അത് വെളിയിലുള്ള മനുഷ്യരായിരുന്നില്ല, സ്വന്തം സഹോദരന്മാരുടെ ക്രോധം തന്നെയാണ് അവനെ എന്താക്കി തീർത്തത്? ഈ നിലയിലുള്ള വിഷമം പിടിച്ച സാഹചര്യങ്ങളിലൂടെ അടിമയായി ജീവിക്കേണ്ടി വന്നത്. അത് മാത്രമോ, പിന്നീട് താനെ ജീവിച്ച ആ പൊത്തിഫേറിന്റെ ഭവനത്തിലെ തിക്താനുഭവം അവനെ കാരാഗ്രഹത്തിലേക്ക് നയിച്ചു. അവിടെയൊക്കെ ആവശ്യമില്ലാത്ത മനുഷ്യന്റെ ക്രോധമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്ക് വരെ അതറിയാം എന്നുള്ളത് കൊണ്ട് ജോസഫിന് മറ്റു മനുഷ്യരുടെ ക്രോധം കൊണ്ട് അനുഭവിക്കേണ്ടി വന്ന തിക്താനുഭവങ്ങളെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല. പക്ഷേ അതിനുശേഷം എന്താ ഉണ്ടായത്? നമ്മൾ നോക്കുക, ഉൽപ്പത്തി പുസ്തകം ഒടുവിലത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, 50-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ജോസഫ് തന്നെ ആ കാര്യം പറയുന്നുണ്ട്. 50-ാം അധ്യായം. ആ ജോസഫിന്റെ മറുപടി നമുക്ക് ഈ വിഷമ പ്രശ്നത്തിന് ഒരു പരിഹാരമായിട്ട് നമുക്ക് നമ്മുടെ കണ്ണുകളെ തുറക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 50-ാമത്തെ അധ്യായം. 50-ാമത്തെ അധ്യായത്തില് അതിന്റെ 18 മുതലുള്ള വാക്യങ്ങള്, 18, 19, 20 വാക്യങ്ങൾ നമ്മൾ നോക്കിയാൽ എന്താ? ഇതാ,
യാക്കോബ് കടന്നുപോയി. യാക്കോബ് കടന്നുപോയി. ജോസഫ് ഇപ്പൊ ഉണ്ട്. ജോസഫ് ഇപ്പൊ ആരാ? ജോസഫ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു സാമ്രാജ്യമായ അന്നത്തെ മിസ്രൈമിലെ ആ രാജാവിന്റെ, ഫറവോന്റെ സിംഹാസനം കഴിഞ്ഞാൽ അതിന്റെ തൊട്ട് താഴെ ഇരിക്കുന്ന ആളാണ് ജോസഫ്. അങ്ങനെ വളരെ സ്വാധീനമുള്ള ഒരു ആളാണ് ജോസഫ്. അപ്പോ ഈ അവരുടെ പിതാവ് യാക്കോബ് കടന്നുപോയി കഴിഞ്ഞപ്പോൾ, ഇസ്രായേല് കടന്നുപോയി കഴിഞ്ഞപ്പോൾ ജോസഫിന്റെ സഹോദരന്മാർക്കൊക്കെ ഒരു സംശയമുണ്ടായി. ഏതായാലും നമ്മുടെ അപ്പൻ ഉണ്ടായിരുന്നോണ്ട് അപ്പനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ജോസഫ് നമ്മളോട് നല്ല രീതിയിലൊക്കെ പെരുമാറി എന്നുള്ളത് ശരിയാ. പക്ഷെ ഇപ്പൊ അപ്പൻ മരിച്ചുപോയി. അപ്പം മരിച്ചു പോയപ്പോൾ എന്തോ ഉണ്ടാകാം, ജോസഫിന്റെ മനസ്സിൽ കഴിഞ്ഞ നിരവധി വർഷങ്ങൾ കൊണ്ട് നമുക്കെതിരെ കുമിഞ്ഞു കൂടിയിരുന്ന ആ നിലയിലുള്ള വൈരാഗ്യമൊക്കെ അണ പൊട്ടി ഒഴുകി എന്ന് വരാം, നമ്മളെ പിടിച്ച് ജയിലിലാക്കിയെന്ന് വരാം എന്നൊക്കെ ഇവര് പേടിച്ചു. പേടിച്ചതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതുപോലുള്ള കാര്യം അവര് ഈ അവരുടെ ഇളയ അനിയനോട് ചെയ്തത് അല്ലേ? ആ ഇളയ അനിയൻ അവരോട് ഒരു തെറ്റും ചെയ്തില്ല. അവരുടെ ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടി ചെന്നതേ ഉള്ളൂ. ചെന്നപ്പം ദാണ്ട് സ്വപ്നക്കാരൻ വരുന്നു ഇവനെ പിടിച്ച് എന്ന് പറഞ്ഞ് അവര് കിണറ്റിൽ ഇടുകയും പിന്നീട് രൂപേൻ രംഗത്ത് വന്ന് അവനെ അതിൽ നിന്ന് കരേറ്റി വിൽക്കാമെന്ന് വിചാരിച്ചതും ആ രംഗമൊക്കെ നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, ഏതായാലും അവനെ അടിമയായിട്ട് വിറ്റതും ഒക്കെ അതിൻ്റെ പിന്നിൽ അവനോട് ക്രോധത്തോടെ പെരുമാറിയ തങ്ങളുടെ ഭൂതകാലം ഓർത്ത് ഇതാ സഹോദരന്മാർ വന്ന് അവനോട് ആകയാൽ അപ്പന്റെ ദൈവത്തിന്റെ ദാസന്മാരുടെ ദ്രോഹം ക്ഷമിക്കണമേ എന്ന് പറയിപ്പിച്ചു. കണ്ടോ, അതിന് അവരാരെയൊക്കെ കൂട്ടുപിടിക്കുന്നു? അപ്പനെ കൂട്ടുപിടിക്കുന്നു. അപ്പന്റെ ദൈവത്തെ, ജോസഫിന് അപ്പന്റെ ദൈവത്തോട് ഒരടുപ്പം ഉണ്ടെന്നറിയാം. അതുകൊണ്ട് ആ ദൈവത്തിന്റെ ദാസന്മാരാ ഞങ്ങള്, അതോർത്തെങ്കിലും. കണ്ടോ മനുഷ്യന്റെ യുക്തി, കണ്ടോ മിടുക്ക്, കണ്ടോ ഏതെല്ലാം രീതിയിൽ ഒരലിവുണ്ടാക്കാമോ ആ നിലയിലൊക്കെ അവരെ തന്നെ പരിചയപ്പെടുത്തുക. അതേപോലും ഈ അപ്പന്റെ ദൈവത്തിന്റെ ദാസന്മാര് വല്ലതും ആണോ ഇവര്? ഇവരുടെ കയ്യിലിരിപ്പൊന്നും അതൊന്നുമല്ല. പക്ഷേ ജോസഫിന് ഒരു അലിവ് കിട്ടാൻ വേണ്ടി അവരെ സ്വയം പരിചയപ്പെടുത്തുകയാണ്. അപ്പന്റെ ദൈവത്തിന്റെ ദാസന്മാരുടെ ദ്രോഹം ക്ഷമിക്കണമേ എന്ന് പറയിപ്പിച്ചു. അവർ ജോസഫിനോട് സംസാരിക്കുമ്പോൾ പക്ഷേ നല്ലവനായ ജോസഫ് ഈ സഹോദരന്മാരുടെ വിഷമം കണ്ട് താൻ കരഞ്ഞുപോയി. താൻ കരഞ്ഞു പോയിട്ട് അവന്റെ സഹോദരന്മാർ ചെന്ന് അവന്റെ മുൻപാകെ വീണു. അവര് വീണു, നമസ്കരിച്ചു. ഇതാ ഞങ്ങൾ നിനക്ക് അടിമകൾ എന്ന് പറഞ്ഞു. ഇനിയും ജോസഫ് മോശമായിട്ട് പെരുമാറിക്കളയും, തങ്ങളോട് പക വീട്ടിക്കളയുമെന്ന് പേടിച്ച് അവരെ കൊണ്ടാകുന്നതൊക്കെ അവർ ചെയ്യുക. ആ രംഗത്ത് ജോസഫ് പറയുന്ന ആ സെന്റൻസ് 19-20 ആ വാക്യങ്ങൾ നോക്കുക. ജോസഫ്, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്തിരിക്കുന്നുവോ? നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. എന്താ ഈ പറയുന്നത്? ജോസഫിനെ ഇവര് വിറ്റു, പൊത്തിഫേറിന്റെ വീട്ടിലും ചെന്നു, അവിടെയും അവന് നീതി കിട്ടിയില്ല. ചെയ്യാത്ത ഒരു കുറ്റത്തിന് അവനെ കാരാഗ്രഹത്തിൽ അടച്ചു. പക്ഷേ 13 വർഷം കാരാഗ്രഹത്തിൽ കിടന്ന ജോസഫ് അവിടെ നിന്ന് ഈ കാരാഗ്രഹത്തിലൊക്കെ കിടന്നതും അടിമയായി തീർന്നതും ഒക്കെ എന്തുകൊണ്ടാണ്? മനുഷ്യന്റെ ക്രോധം. പൊത്തിഫേറിന്റെ ഭവനത്തിൽ ഉണ്ടായതും ഈ സഹോദരന്മാർ പെരുമാറിയ മോശം പെരുമാറ്റവും അതിനെയെല്ലാം നമുക്ക് ഒരു കാര്യത്തിന്റെ കീഴിൽ കൊണ്ടുവന്ന് വെക്കാം. എന്തിന്റെ കീഴിൽ? മനുഷ്യന്റെ ക്രോധം. സത്യത്തിൽ അത് കാരണമില്ലാത്ത ക്രോധമാണ്. പാവപ്പെട്ട ഒരു നല്ല ചെറുപ്പക്കാരനായിരുന്നു ജോസഫ്. അവനോട് ഇവര് കൃത്തിക്കേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളും ഇന്നായിരിക്കുന്ന സമൂഹത്തിൽ ചിലര് നമ്മളോട് ആവശ്യമില്ലാത്ത ക്രോധം കാണിക്കും. നമ്മൾ നോക്കുമ്പം എന്തിനാ ഇവരിങ്ങനൊക്കെ പെരുമാറുന്നത്? നമ്മൾ അതിനെന്ത് ചെയ്തു? നമ്മളൊന്നും ചെയ്തില്ല. പക്ഷേ നമ്മളെ തെറ്റിദ്ധരിച്ച് അവരുടെ ക്രോധം നമുക്കെതിരെ വന്നേക്കാം. ജോസഫിന് നേരെ ആ ക്രോധം വന്നു. ഫലം
13 വർഷം താനെ കാരാഗ്രഹത്തിൽ കിടന്നു. പക്ഷേ മനുഷ്യന്റെ ക്രോധം ദൈവത്തെ സ്തുതിക്കും. ദൈവം അതിനെ എന്താക്കി തീർത്തു? ദൈവം അവനെ ആ കാരാഗ്രഹത്തിൽ നിന്ന് മോചിപ്പിച്ച് ആ ഫറവോന്റെ പ്രധാനമന്ത്രി എന്ന സ്ഥാനത്തേക്ക് തന്നെ കൊണ്ടുവന്നു. നമ്മൾ വായിക്കുന്നത് 43 വർഷമാണ് ജോസഫ് പ്രധാനമന്ത്രിയായിട്ടിരുന്നത്. 13 വർഷം ഇവിടെ കിടക്കുന്നു, 43 വർഷം ഇവിടെ കിടക്കുന്നു. മനുഷ്യന്റെ ക്രോധം ഒരു വശത്ത്, ഈ പ്രധാനമന്ത്രിയായിട്ട് താനിരുന്ന ആ ദിവസങ്ങളെ ദൈവത്തിന് സ്തുതിയാണ്, ദൈവത്തിന് മഹത്വമാണ്. കണ്ടോ മനുഷ്യന്റെ ക്രോധത്തെ? ഇവിടെ ഇതാ ജോസഫ് തന്നെ പറയുന്നു, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു, ദൈവത്തിന് മഹത്വമാക്കി തീർത്തു. ഈ ജോസഫിന്റെ സഹോദരന്മാർക്കും ഈ ലോകത്തിൽ അന്നുണ്ടായിരുന്ന പലർക്കും ആ നിലയിലുള്ള അന്ന് ക്ഷാമത്തിലൂടെ കടന്നുപോയി ആളുകൾ മരിച്ചു വീഴേണ്ടതിന് പകരം അവരുടെ ജീവൻ രക്ഷിക്കത്തക്കവണ്ണം ജോസഫിനെ ഉപയോഗിച്ചു, അത് ഗുണമാക്കി തീർത്തു. അങ്ങനെ ഈ ജോസഫിന്റെ ധാന്യപ്പുരയിൽ നിന്നുള്ള ധാന്യം വാങ്ങി ആ പട്ടിണി മരണം ഉണ്ടാകാതെ ജീവൻ രക്ഷിച്ച ആളുകളൊക്കെ എന്ത് ചെയ്ത് കാണും? ജോസഫിന്റെ ദൈവത്തെ പുകഴ്ത്തി കാണും, ദൈവത്തെ സ്തുതിച്ച് കാണും. ദൈവം നീ ഇങ്ങനെ സാഹചര്യം ഒരുക്കിയല്ലോ. ദൈവം എങ്ങനെയാ ആ സാഹചര്യം ഒരുക്കിയത്? കാരാഗ്രഹത്തിലൂടെയാണ്. ജോസഫ് കാരാഗ്രഹത്തിൽ ചെന്നില്ലായിരുന്നെങ്കിൽ ഈ പാനപാത്ര വാഹകനെയും അപ്പക്കാരുടെ പ്രമാണിയെയും ഇവരോടൊക്കെ അവരുടെ സ്വപ്നം വ്യാഖ്യാനിക്കാനും ഒടുവില് ഇങ്ങനെ ഒരു ചെറുപ്പക്കാരൻ കാരാഗ്രഹത്തിൽ കിടക്കുന്നുണ്ടെന്നുള്ള കാര്യം ഫറവോന്റെ മുമ്പിൽ എത്താനും മുഖാന്തരമാകുമായിരുന്നില്ല. എന്ത് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ? ജോസഫ് കാരാഗ്രഹത്തിൽ കിടന്നില്ലായിരുന്നെങ്കിൽ. അല്ലെങ്കിൽ നമ്മൾ വായിച്ച വാക്യത്തോട് ചേർത്ത് നമുക്കിങ്ങനെ പറയാം, മനുഷ്യന്റെ ക്രോധം അവന്റെ നേരെ ഉണ്ടായില്ലായിരുന്നെങ്കിൽ പിന്നീട് ഈ ദൈവത്തിന് സ്തുതി, ആളുകൾക്ക് ഗുണം, ആ നന്മ ഉണ്ടാകുമായിരുന്നില്ല എന്ന കാര്യം നോക്കുക. നമ്മളിവിടെ വായിച്ച വാക്യം ഇപ്പോൾ വ്യക്തമായോ? മനുഷ്യന്റെ ക്രോധം എങ്ങനെയാണ് ദൈവത്തിന് സ്തുതിയായി തീരുന്നത് എന്ന കാര്യം നോക്കുക. ഇത് നമ്മളിങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് വളരെ പരിചിതമായ, ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ CFC-കാരുടെ വാക്യം എന്ന് ആരെങ്കിലും പറയാൻ ഒക്കുമെങ്കിൽ അങ്ങനെ ഒരു വാക്യം എന്താ? ഞാൻ പല വർഷങ്ങള് ഇവിടെ ഉണ്ടായിരുന്നിട്ട് ഞാൻ മനസ്സിലാക്കിയത് റോമർ 8:28 28-29 CFC-കാരുടെ വാക്യം. ഈ സമകാലിക സമൂഹത്തിന് CFC കൊടുത്തിട്ടുള്ള ഒരു 2 വാക്യങ്ങളുടെ വിശദീകരണം നമ്മൾ പലപ്പോഴും അത് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താ അവിടെ പറയുന്നത്? 28 പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു. കണ്ടോ, ക്രോധമാണ് മനുഷ്യന്റെ ക്രോധമാണ്. പക്ഷേ അതിനെ എന്താക്കി തീർത്തു? നന്മയ്ക്കാക്കി തീർത്തു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു. ജോസഫിനെ കാരാഗ്രഹത്തിലിട്ടു, അത് നന്മയല്ലായിരുന്നു. പക്ഷെ അതിനെ എന്താക്കി തീർത്തു? നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിച്ചു എന്ന് മാത്രമല്ല, അതിൻ്റെ 29 വാക്യം സാധാരണ സമകാലിക ക്രിസ്തീയത 28 വാക്യം കൊണ്ട് നിൽക്കുമ്പോൾ നമ്മൾ 28 വാക്യത്തെ 29 വാക്യത്തോട് ചേർത്ത് ചിന്തിക്കാറുണ്ട്. എന്താ അത്? ആത്യന്തിക നന്മയെന്ന് പറയുന്നത് തൻ്റെ പുത്രന്റെ സ്വരൂപത്തോട്, യേശുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുകയാണ്. ചിലപ്പോൾ ഭൗതികമായ നന്മയായിരിക്കുകയില്ല ചിലപ്പോൾ ഉണ്ടാകുന്നത്. പക്ഷെ എന്നാലും അതിലൂടെ എന്തുണ്ടാകും? യേശുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടാൻ പറ്റുമെങ്കിൽ അതാണ് ആത്യന്തികമായ നന്മ, നമുക്കുണ്ടാകാവുന്ന ഏറ്റവും വലിയ നന്മ, ഭൗതികമായ നന്മയേക്കാൾ കൂടുതൽ. ഇവിടെ ഇതാ ഈ ജോസഫ് ആരുടെ നിഴലാണ്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിഴലാണ്. അപ്പൊ കണ്ടോ, നമ്മൾ വായിച്ച ആ വാക്യം ഇങ്ങനെ നമുക്ക് പറയാം, മനുഷ്യന്റെ ക്രോധം ദൈവത്തെ സ്തുതിക്കും. ജോസഫ് മറ്റുള്ളവർക്ക് ഗുണമായി തീർന്നു.
എന്ന് മാത്രമല്ല, ഈ അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നുപോയി അവൻ കൂടുതൽ കൂടുതൽ ദൈവ സ്വഭാവം ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കുന്നവനായി തീർന്നു. സഹോദരന്മാരോട് വൈരാഗ്യം തോന്നി അവരെ ക്ലേശിപ്പിക്കുകയോ അവരെ ഉപദ്രവിക്കുകയോ ചെയ്യാതെ, ഓ അതവരെ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് താൻ അത് ക്ഷമിച്ച്, കർത്താവായ യേശുക്രിസ്തു തന്നെ ക്രൂശിച്ച ആളുകളോട് ഇവർ അറിയാതെ ചെയ്തതാകും എന്നൊരു കൺസെഷൻ കൊടുത്ത് അവരോട് ക്ഷമിച്ചതുപോലെ ജോസഫ് ഇതാ തൻ്റെ സഹോദരന്മാരോട് ക്ഷമിച്ച് കർത്താവിൻ്റെ സ്വരൂപത്തോട് അനുരൂപനായി നിൽക്കുന്ന ഒരു പഴയ നിയമ കഥാപാത്രമായി ബൈബിളിന്റെ താളുകളിൽ വിരാജിക്കുന്ന ഒരാളാണ് ജോസഫ്. പ്രിയപ്പെട്ടവരെ, പലരുടെ അനുഭവങ്ങൾ നമുക്ക് ഈ നിലയിൽ മനുഷ്യന്റെ ക്രോധം ദൈവത്തെ സ്തുതിക്കും എന്നുള്ളതിന് ഉദാഹരണമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം കഴിഞ്ഞ് പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്ന പ്രധാന കഥാപാത്രം, തുടക്കത്തിൽ കാണുന്ന കഥാപാത്രം ആരാണ്? മോശയാണ്. മോശ ജനിച്ചപ്പോൾ തന്നെ മനുഷ്യന്റെ ക്രോധം അവനെ ഇല്ലാതാക്കുമായിരുന്നു. എന്തായിരുന്നു മനുഷ്യന്റെ ക്രോധം? അതായത് ഈ ആൺകുഞ്ഞുങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊല്ലണം എന്നുള്ളതായിരുന്നു മനുഷ്യന്റെ ക്രോധം, അല്ലേ? നിങ്ങൾക്ക് ആ സംഭവങ്ങളൊക്കെ അറിയാമെന്നുള്ളത് കൊണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. മോശ നോക്കുക, മോശ ജനിച്ചു വീണപ്പം തന്നെ മനുഷ്യന്റെ ക്രോധത്തെയാണ് അഭിമുഖീകരിക്കുന്നത്. എന്താ? ആൺകുഞ്ഞുങ്ങളെ കൊന്നുകളയണം, ഇസ്രായേൽ മക്കളുടെ ആൺകുഞ്ഞുങ്ങളെ കൊന്നുകളയണം. അങ്ങനെയാണെങ്കിൽ മോശ എന്താണ്? മരിക്കേണ്ട ആളാണ്. ക്രോധം, ഫറവോന്റെയും ആ നിലയിലുള്ള മിസ്രൈമ്യരുടെയും ക്രോധത്തിന് ആകേണ്ട ആളായിരുന്നു മോശ. മനുഷ്യന്റെ ക്രോധം അവനെതിരെ വന്നു. പക്ഷേ നോക്കുക, നമ്മൾ ആ ഭാഗം നോക്കുമ്പോൾ ആ ക്രോധം തന്നല്ലേ മോശയെ ആക്കി പിന്നീട് ആക്കി തീർത്തത്. മോശ എന്ത് ചെയ്തു? ഈ നിലയിൽ കൊല്ലപ്പെടണമെന്നുള്ളത് കൊണ്ട് ഇവര് ഈ കുഞ്ഞിനെ എന്ത് ചെയ്തു? ഒളിപ്പിച്ചു വെച്ചു. അവസാനം നദിയിൽ കൊണ്ടുവന്ന പെട്ടകത്തിൽ വെച്ചു. അവസാനം ഫറവോന്റെ മകള് കുളിക്കാൻ വന്നപ്പോ അവളുടെ അടുത്ത് മോശയുടെ സഹോദരി ചെന്ന് പറഞ്ഞ്, ഇതാ ആ കുഞ്ഞിനെ എടുത്തപ്പോ ഫറവോന്റെ പുത്രിക്ക് അലിവ് തോന്നി. ഫറവോന്റെ പുത്രി സ്വന്തം മകനായിട്ട് ഈ മോശയെ സ്വീകരിക്കാൻ കാരണം എന്താ? ഈ നിലയിലുള്ള ആൺകുഞ്ഞുങ്ങൾ കൊല്ലപ്പെടണമെന്നുള്ള മനുഷ്യന്റെ ക്രോധത്തോട് ബന്ധപ്പെട്ടാണ് പിന്നീട് മോശയ്ക്കുണ്ടായ ഈ ഫറവോന്റെ പുത്രിയുടെ മകൻ എന്നുള്ള വലിയ സ്ഥാനം കിട്ടിയത് എന്ന കാര്യം ഓർക്കണം. കണ്ടോ, മനുഷ്യന്റെ ക്രോധം ദൈവത്തെ സ്തുതിക്കും. ഫലം എന്തായിരുന്നു? മോശ ഫറവോന്റെ പുത്രിയുടെ ആ നിലയിലുള്ള ദത്തുപുത്രൻ എന്നുള്ള നിലയിൽ അവിടെ വളർന്നു വന്ന് താന് പിന്നീട്, അതുകൊണ്ടാണ് ഇസ്രായേൽ മക്കൾക്ക് പിന്നീട് ഈ മോശയെ അവരുടെ വിമോചന നായകനായിട്ട് സ്വീകരിക്കത്തക്കവണ്ണം ഒക്കെ അവൻ അങ്ങനെ ഒരു സ്ഥാനത്തേക്കൊക്കെ വരാൻ കാരണം ഈ നിലയില് തൻ്റെ ജീവിതം ഈ നിലയിലായിത്തീർന്നത് കൊണ്ടാണ്. മോശയുടെ ജീവിതത്തിൽ നമുക്കറിയാം മനുഷ്യന്റെ ക്രോധം, കുഞ്ഞുങ്ങളെ കൊന്നുകളയുക, ക്രോധത്തിൻ്റെതായ ആ ഏറ്റവും വലിയ ഒരു കാര്യമാണത്. പക്ഷേ അതിനെ ദൈവം എന്താക്കി തീർത്തു? ആത്യന്തികമായിട്ട് ദൈവത്തിന് സ്തുതിയാക്കി തീർത്തു. മോശ ഈ ഇസ്രായേൽ മക്കളെ അവിടെ നിന്ന് വിടുവിച്ച്, ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച് കനാനിലേക്ക് അവരെ നയിക്കുന്നതും, പിന്നീട് ഈ പറഞ്ഞതുപോലെ ദൈവം അവർക്ക് ആ നിലയിലെ ന്യായപ്രമാണം നൽകുന്നതും ഒക്കെ മോശയിലൂടെ ലഭിച്ച ആ നന്മകളെ ഓർക്കുക. ആ നന്മകൾ ഒരളവിൽ നമ്മളും പുതിയ നിയമ ഇസ്രായേലായ നമ്മളും ഇന്ന് സ്വീകരിക്കുന്നുണ്ട് എന്ന് വരുമ്പോ മോശയിലൂടെ ദൈവത്തിന് ലഭിച്ച സ്തുതി എത്ര വലുതാണ്, എത്ര തലമുറകളിലേക്ക് നീണ്ടു നിൽക്കുന്നു. അങ്ങനെ ദൈവത്തിന് സ്തുതി ഉണ്ടായതിന് തുടക്കം എവിടെയായിരുന്നു? മനുഷ്യന്റെ ക്രോധത്തിലൂടെയായിരുന്നു സ്തുതിയിലേക്ക് ഈ കാര്യത്തെ നയിച്ചത്. ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് ഞാൻ കരുതട്ടെ. നമ്മൾ പിന്നെയും പല ഈ നിലയിലുള്ള ഭാഗങ്ങൾ നോക്കിയാൽ നമുക്ക് ഒരു ഭാഗം നമുക്ക് നോക്കാം. എസ്തേറിന്റെയും
മൊർദെഖായിയുടെയും ആ സംഭവം രൂത്തിന്റെ പുസ്തകത്തിൽ, എസ്തേറിന്റെ പുസ്തകത്തിൽ നമ്മൾ നോക്കുക, അവിടെ നമുക്കത് കാണാനായിട്ട്. എസ്തേറിന്റെ പുസ്തകം നിങ്ങൾ മൂന്നാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം നോക്കുക. 13-ാമത്തെ വാക്യം, അവിടെ എന്താ ഉണ്ടായത്? അവിടെ ഹാമാൻ വന്നിട്ട്, ഞാൻ ഇവിടെയും സംഭവങ്ങളൊന്നും വിവരിക്കുന്നില്ല, ഈ എസ്തേറിന്റെ ഈ സംഭവം നിങ്ങൾക്കറിയാം. എസ്തേറും മൊർദെഖായിയുടെ ചിറ്റപ്പന്റെ മകളായിരുന്നു എസ്തേർ. മൊർദെഖായി എസ്തേറിനെ വളർത്തിക്കൊണ്ടുവന്നു. ആ വളർത്തപ്പനായിരുന്ന മൊർദെഖായി അങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന ഈ എസ്തേർ ആത്യന്തികമായിട്ട് എന്തായി തീർന്നു? അഹശ്വേരോശിന്റെ പട്ടമഹിഷിയായി തീർന്നു. വസ്തി രാജ്ഞിയെ മാറ്റി പകരം താന് ഒരു പെൺകുട്ടിയെ ആ നിലയിൽ രാജ്ഞിയാക്കാനായിട്ട് ആഗ്രഹിച്ചു. ആ സ്ഥാനത്തേക്ക് ആര് വന്നു? എസ്തേർ വന്നു. നിങ്ങൾക്കറിയാം ആ സംഭവം, ഞാനത് വിശദീകരിക്കുന്നില്ല. അങ്ങനെ എസ്തേർ അഹശ്വേരോശിന്റെ പട്ടമഹിഷിയായിട്ട് വാഴുന്ന കാലത്ത് ഇതാ അഹശ്വേരോശിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിട്ട് ഒരു മന്ത്രി വരുന്നു. ആരാ? ഹാമാൻ എന്നൊരാൾ. ഹാമാൻ എന്തായിരുന്നു? ആത്യന്തികമായിട്ട് ഇസ്രായേൽ ജനതയോട്, യഹൂദ ജനതയോട് ശത്രുതയുള്ളയാളായിരുന്നു. അതിന് കൂടുതൽ ഇടയാക്കിയത് എന്താ? ഈ എസ്തേറിന്റെ ബന്ധുവായ മൊർദെഖായിയുടെ പെരുമാറ്റവും അതിനിടയായി. മൊർദെഖായി എന്ത് ചെയ്യുകയില്ല? ഹാമാനെ കുമ്പിടുന്നില്ല. അങ്ങനാണെങ്കിൽ ഇവന്റെ ഈ പ്രവൃത്തി എത്ര നാൾ നിൽക്കും എന്ന് നോക്കാൻ വേണ്ടി അവന്റെ കൂടുള്ള ചിലർ ചെന്ന് ഹാമാനോട് പറഞ്ഞു, കണ്ടോ, ഈ മൊർദെഖായി ഈ രാജാവിന്റെ കൊട്ടാരത്തിലെ ഉള്ള ആളായിട്ടും ഹാമാൻ എന്ന് പറയുന്ന മന്ത്രി വരുമ്പോ അവനെ കുമ്പിടുന്നില്ല, ഞാൻ യഹൂദനാണ് എന്നൊക്കെ അവൻ പറയുന്നത് എന്നൊക്കെ മൊർദെഖായിയെ കുറിച്ച് തെറ്റായ വിവരമല്ല, അത് ശരിയായ കാര്യം തന്നെയാണ്. ചെന്ന് ഹാമാന്റെ അടുത്ത് ഈ മൊർദെഖായിയുടെ സഹപ്രവർത്തകർ തന്നെയാണ് ചെന്ന് പറയുന്നത്. ചെന്ന് പറഞ്ഞപ്പം ഹാമാൻ എന്തോ ചെയ്തു? ഹാമാൻ വിചാരിച്ചു, എടാ, ഞാൻ വലിയ മന്ത്രിയായിരിക്കുമ്പം ഈ രാജകൊട്ടാരത്തിലെ ഒരു മൊർദെഖായി എന്ന് പറഞ്ഞ് ഒരു ചെറിയ ജോലി ചെയ്യുന്ന ഇവനോട് മാത്രം പ്രതികാരം വീട്ടുന്നത് എൻ്റെ നിലയ്ക്ക് ചേർന്നതല്ല. അതുകൊണ്ട് ഇവന്റെ ജനതയോട് മുഴുവൻ ഞാൻ എന്തോ ചെയ്യാൻ പോവുക? പ്രതികാരം വീട്ടാൻ പോവുകയാണ് എന്ന് പറഞ്ഞാണ് താന് രാജാവിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞത്. എന്താ? രാജാവേ, നിന്റെ ഈ വലിയ ഈ രാജ്യത്ത് ഇതാ ഒരു ജനം ഇങ്ങനെ മറ്റാളുകളോട് കലരാതെ നിൽക്കുന്നുണ്ട്, അവരെ നമുക്ക് ഇല്ലായ്മ ചെയ്യണം. രാജാവിന് കാര്യങ്ങളൊന്നും അറിയാതെ അദ്ദേഹം അതിന് സമ്മതം കൊടുക്കുന്നു. യഹൂദന്മാരെ മുഴുവൻ നശിപ്പിക്കാനായിട്ട് രാജകീയമായ ഒരു കൽപ്പന പുറപ്പെടുന്നു. ഇന്ന ദിവസം ഇത്രാം തീയതി അവരെ നശിപ്പിക്കുക എന്ന് പറഞ്ഞുള്ള ഒരു കൽപ്പന പുറപ്പെടുന്നു. കണ്ടോ, അതാണ് നമ്മൾ എസ്തേറിന്റെ പുസ്തകം അതിന്റെ 3-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. ആദാർ മാസമായ 12-ാം മാസം 13-ാം തീയതി തന്നെ സകല യഹൂദന്മാരെയും ആബാലവൃദ്ധം കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൂടെ നശിപ്പിച്ച് കൊന്നു മുടിക്കുകയും അവരുടെ വസ്തുവക കൊള്ളയിടുകയും ചെയ്യണമെന്ന് രാജാവിന്റെ സകല സംസ്ഥാനങ്ങളിലേക്കും അഞ്ചൽക്കാർ വശം എഴുത്തു കൊടുത്തു വിട്ടു. ഞാൻ നിങ്ങൾക്കറിയാവുന്നുള്ളത് കൊണ്ട് അതിൻ്റെ മറ്റ് വിവരങ്ങൾ കൂടുതൽ പറയുന്നില്ല. കണ്ടോ, ഹാമാന്റെ ക്രോധമാണ് ഇവിടെ വെളിവാകുന്നത്, മനുഷ്യന്റെ ക്രോധം. പക്ഷെ ഈ ക്രോധത്തെ ദൈവം എന്താക്കി തീർത്തു? എസ്തേറിന്റെ പുസ്തകം മുഴുവൻ അതാണ് പറയുന്നത്. ഹാമാൻ യഹൂദ ജനതയ്ക്ക് മുഴുവൻ എതിരെ ക്രുദ്ധിച്ച് അവരെ മുഴുവൻ മുച്ചൂടും നശിപ്പിക്കാനായിട്ട് തീരുമാനിച്ച് കാര്യങ്ങൾ അങ്ങനെ ക്രമീകരിച്ചു വരുമ്പോൾ അതിനെ തന്നെ ദൈവം എന്താക്കി തീർത്തു? ദൈവത്തിനും സ്തുതിയാക്കി തീർത്തു. യഹൂദ ജനത്തിന് വലിയ അംഗീകാരമാക്കി തീർക്കുന്നു. അതിന്റെ 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, ഈ ഹാമാനെ കുറിച്ച് എസ്തേർ രാജ്ഞി ചെന്നിട്ട് അവസാനം രാജാവിനോട് കാര്യങ്ങൾ പറയുകയും രാജാവിന് ബോധ്യപ്പെട്ടിട്ട് ഹാമാനെ നശിപ്പിച്ച് കളഞ്ഞ് ഹാമാന്റെ വീട്
എസ്തേർ രാജ്ഞിക്ക് കൊടുത്തു. എസ്തേർ രാജ്ഞി എന്ത് ചെയ്തു? അത് മൊർദെഖായിക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഇതൊക്കെയാണ് 8-ന്റെ 1-ാമത്തെ വാക്യത്തില് നമ്മൾ വായിക്കുന്നത്. എന്നിട്ട് 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോ, 10-ന്റെ ഒടുവിലത്തെ വാക്യത്തിലേക്ക് വരുമ്പോ ഈ മൊർദെഖായി എന്താ? മൊർദെഖായി അഹശ്വേരോശ് രാജാവിന്റെ രണ്ടാമനും, യഹൂദന്മാരിൽ വെച്ച് മഹാനും, സഹോദര സംഘത്തിന് ഇഷ്ടനും, സ്വജനത്തിന് ഗുണകാംക്ഷിയും, തന്റെ സർവവംശത്തിനും അനുകൂലവാദിയും ആയി അവിടെ അഹശ്വേരോശ് രാജാവിന്റെ തൊട്ടു കീഴിൽ ആ നിലയില് വലിയ ഒരു സ്ഥാനം കയ്യാളി ദൈവത്തിന് മുഴുവൻ സ്തുതി വരുത്തുന്ന ഒന്നിലേക്ക് വന്നു. നമുക്കറിയാമല്ലോ, ആ സംഭവം അറിയാം. മൊർദെഖായി എങ്ങനെയാണ് ഈ സ്ഥാനത്തേക്ക് എത്തിയത്? മനുഷ്യന്റെ ക്രോധം, ഹാമാന്റെ ക്രോധം. ഹാമാൻ വിചാരിച്ചു ഈ മൊർദെഖായിയെ മാത്രം കൊന്നാ പോരാ, അവന്റെ വംശത്തെ മുഴുവൻ നശിപ്പിക്കാൻ അവൻ പദ്ധതി ഒരുക്കി. മനുഷ്യന്റെ ക്രോധം. പക്ഷെ അതിനെ ദൈവം എന്താക്കി തീർത്തു? ദൈവത്തിന് സ്തുതിയാക്കി തീർത്തു. യഹൂദ ജനതയ്ക്ക് അവിടെ അഹശ്വേരോശിന്റെ ആ സാമ്രാജ്യത്തിൽ ഉടനീളം വലിയ അംഗീകാരവും ബഹുമതിയും കിട്ടി. അവരവരുടെ ശത്രുക്കളെ തോൽപ്പിച്ച് അവരുടെ മുതല് കൊള്ളയായിട്ടെടുത്തു. അതുപോലെ തന്നെ അവരുടെ പ്രധാനിയായ മൊർദെഖായി അഹശ്വേരോശിന്റെ രണ്ടാമനായിട്ട് ആ നിലയിൽ വാഴുന്നു. മൊർദെഖായിയുടെ ചിറ്റപ്പന്റെ മകൻ എസ്തേർ രാജ്ഞിയായിട്ട് വാഴുന്നു. ഇത്രയും വലിയൊരു ബഹുമാനം പ്രവാസത്തിലേക്ക് പോയ അന്യദേശത്തായിരുന്ന ഇസ്രായേലിന്, യഹൂദ ജനത്തിന് അതുവരെ ലഭിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല. പിന്നീടും ഇത്രയും ദൈവത്തിനൊരു സ്തുതിയും മഹത്വവും ഈ നിലയില് ഇവരിലൂടെ ഇങ്ങനെ ലഭിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല. നോക്കുക പ്രിയപ്പെട്ടവരെ, നമ്മള് 76-ാമത്തെ സങ്കീർത്തനത്തിൽ വായിച്ച ആ കാര്യം ഇവിടെയും യാഥാർത്ഥ്യമായി തീരുന്നു. എന്താ? മനുഷ്യന്റെ ക്രോധം ദൈവത്തെ സ്തുതിക്കും. നമ്മള് പിന്നെയും മുന്നോട്ട് പോകുമ്പോ നമുക്ക് ദാവീദിന്റെയും ശൗലിന്റെയും അനുഭവം നമുക്കറിയാം. എന്തായിരുന്നു ദാവീദ് ആ നിലയില് ദാവീദിനെ ശൗല് വേട്ടയാടുന്ന പോലെ അവനെ കൊന്നുകളയാനായിട്ട് ഇട്ട് ഓടിക്കുന്നു. ശൗലിന്റെ ക്രോധമാണ് ദാവീദിന് നേരെ വരുന്നത്. പക്ഷേ ആ ക്രോധത്തെ ദൈവം എന്താക്കി തീർത്തു? പിന്നീട് ദൈവത്തിന് സ്തുതിയാക്കി തീർത്തു. 2 ശമൂവേലിന്റെ പുസ്തകം, 2 ശമൂവേൽ അവിടെ നമ്മള് ഈ 22-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോ അവിടെ വളരെ വിശദമായ ഒരു പാട്ട്, ദാവീദിന്റെ ഒരു പാട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. 2 ശമൂവേൽ നോക്കുക. ശൗലിന്റെ കയ്യിൽ നിന്ന് താന് എല്ലാം അവസാനം ജയം നേടി അവിടെ താന് രാജാവും ഒക്കെ ആയിട്ട് ആ നിലയിലെ വലിയ അംഗീകാരത്തിലേക്ക് ദാവീദ് പോകുന്നു. തന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ ദാവീദ് 22-ാം സങ്കീർത്തനത്തിൽ ഒരു പാട്ട് പാടുന്നു. എന്താ? എന്റെ അതിന്റെ 3-ാമത്തെ വാക്യം മുതൽ, എന്റെ പാറയായ ദൈവം, അവനിൽ ഞാൻ ആശ്രയിക്കും എന്ന് പറഞ്ഞുള്ള ആ പാട്ട് 22-ാമത്തെ 2 ശമൂവേൽ 22-ന്റെ 3 മുതൽ നോക്കുക, ആ അധ്യായം തീരുന്നവരെ അതിന്റെ 51-ാമത്തെ വാക്യം വരെ നീണ്ടു കിടക്കുന്നു. ഇത് പിന്നീട് സങ്കീർത്തനങ്ങളിൽ എടുത്ത് ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. സങ്കീർത്തനത്തില് 18-ാം സങ്കീർത്തനമാണ്. നിങ്ങളെ വീട്ടിൽ പോയിട്ട് ഈ 2 ശമൂവേലില് ഇപ്പൊ 22-ല് നമ്മൾ കണ്ട ആ പാട്ടും അതുപോലെ ദാവീദിന്റെ സങ്കീർത്തനമായ 18-ാമത്തെ സങ്കീർത്തനവും താരതമ്യം ചെയ്താൽ നമുക്കറിയാം ഇതേ ഭാഗം തന്നെയാണ് 18-ാമത്തെ സങ്കീർത്തനമായിട്ട് വരുന്നത്. അപ്പൊ 18-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് വരുമ്പോ കണ്ടോ, അവിടെ പറയുന്നു, അതിന്റെ തുടക്കത്തിൽ പറയുന്നു, യഹോവ അവനെ സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും, ശൗലിന്റെ കയ്യിൽ നിന്നും. സകല ശത്രുക്കളും ശൗലും എന്തിനെ പ്രതിദാനം ചെയ്യുന്നു? മനുഷ്യന്റെ ക്രോധത്തെ പ്രതിദാനം ചെയ്യുന്നു. പക്ഷെ അവരുടെ കയ്യിൽ നിന്നും വിടുവിച്ച കാലത്ത് യഹോവയ്ക്ക് പാടിയ പാട്ടാണ്, യഹോവയെ സ്തുതിച്ച്
യഹോവയെ മഹത്വപ്പെടുത്തി പാടിയ പാട്ടാണിത് എന്ന് പറയുമ്പോ ഈ 18-ാമത്തെ സങ്കീർത്തനം മനുഷ്യന്റെ ക്രോധം ദൈവത്തെ സ്തുതിക്കും എന്നുള്ളതിന് വ്യക്തമായ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇവിടെ ഇതാ ഈ സങ്കീർത്തനത്തിൽ കണ്ടോ, 18-ന്റെ 4-ാമത്തെ വാക്യം കണ്ടോ, മരണപാശങ്ങൾ എന്നെ ചുറ്റി, അഗാധ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു, പാതാള പാശങ്ങൾ എന്നെ വളഞ്ഞു, മരണത്തിന്റെ കണികളും എന്നെ തുടർന്ന് പിടിച്ചു. നമ്മള് ശമൂവേലിന്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്കറിയാം, ദാവീദിനോട് അസൂയ തോന്നിയിട്ട് ശൗൽ എന്താ ചെയ്തത്? അവനെ നിരന്തരം എങ്ങനെയെങ്കിലും നശിപ്പിക്കാൻ പല നിലയിൽ നോക്കി. ഒരിടത്ത് പോലും സ്വസ്ഥതയില്ലാതെ ദാവീദ് ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് എന്നുള്ള നിലയില് ജീവനും കയ്യിൽ എടുത്തു പിടിച്ചുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുക. ഈ ഓട്ടത്തിനെല്ലാം കാരണം എന്താ? ശൗലിന്റെ ക്രോധം, മനുഷ്യന്റെ ക്രോധം. പക്ഷേ അങ്ങനെയുള്ള ഓട്ടത്തിന്റെ ഒടുവിലാണ് ദാവീദ് എന്തായി തീരുന്നത്? ദാവീദ് രാജാവായി തീരുന്നത്. എന്ന് മാത്രമല്ല, ദാവീദിനും തലമുറയ്ക്കും ആ രാജ്യത്വം സ്ഥിരമായിട്ട് ദൈവം നൽകുന്നതും ഒക്കെ നമുക്കറിയാം. ദൈവത്തെ സ്തുതിക്കുന്ന ആ അനുഭവം കണ്ടോ. ഇവിടെ ഇതാ 4-ാമത്തെ 5-ാമത്തെ വാക്യങ്ങൾ മനുഷ്യന്റെ ക്രോധത്തെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ, ആ 18-ാം സങ്കീർത്തനത്തിന്റെ നമ്മള് മുന്നോട്ട് വരുമ്പോ നമുക്ക് അതിന്റെ 49-50 വാക്യങ്ങൾ നോക്കുക. അതുകൊണ്ട് യഹോവേ, ഞാൻ ജാതികളുടെ മധ്യേ നിനക്ക് സ്തോത്രം ചെയ്യും. ആ സങ്കീർത്തനം തീരുന്നത് അങ്ങനെയാണ്. നിന്റെ നാമത്തെ ഞാൻ കീർത്തിക്കും. അവൻ തന്റെ രാജാവിന് മഹാരക്ഷ നൽകുന്നു, തന്റെ അഭിഷക്തന് ദയ കാണിക്കുന്നു, ദാവീദിനും അവന്റെ സന്തതിക്കും എന്നേക്കും തന്നെ. മനുഷ്യന്റെ ക്രോധം ദൈവത്തെ സ്തുതിക്കും. 18-ാം സങ്കീർത്തനത്തിന്റെ തുടക്കത്തിൽ മനുഷ്യന്റെ ക്രോധമാണ് നമ്മൾ കാണുന്നത്. മരണപാശങ്ങൾ എന്നെ ചുറ്റി, പാതാളവേദനകൾ എന്നെ പിടിച്ചു. 2 ശമൂവേൽ 22 ഇതേ കാര്യം തന്നെ കാണുന്നുണ്ട്. നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഈ 2 ഭാഗങ്ങളും താരതമ്യം ചെയ്യുക. അവിടെയുള്ള അതേ സങ്കീർത്തനം തന്നെയാണ് അല്പം സ്വല്പം ചില വാക്കുകളുടെ വ്യത്യാസത്തില് ഇവിടെ 18-ാം സങ്കീർത്തനമായിട്ട് ഇവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അതിന്റെ തുടക്കത്തിൽ 4-ാമത്തെ വാക്യത്തിൽ മരണപാശങ്ങൾ എന്നെ ചുറ്റി, പാതാളപാശങ്ങൾ എന്നെ വളഞ്ഞു. പക്ഷേ ഇവിടെ ഇതാ അതിന്റെ അവസാന വാക്യത്തിലേക്ക് വരുമ്പോ, ജാതികളുടെ മധ്യേ യഹോവേ, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും, നിന്റെ അഭിഷക്തന് നീ ദയ കാണിക്കുന്നു, ദാവീദിനും അവന്റെ സന്തതിക്കും എന്നേക്കും സ്ഥിരമായിട്ട് ആ രാജ്യത്വം നൽകുന്നു. മനുഷ്യന്റെ ക്രോധം ദൈവത്തെ സ്തുതിക്കും. നമ്മള് പുതിയ നിയമത്തിലേക്ക് വരുമ്പോ നമുക്കറിയാം എത്രയോ സംഭവങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. അതെല്ലാം ഞാൻ വിശദീകരിക്കുന്നില്ല. ഞാൻ ഒരു കാര്യം മാത്രം പറയാം. പുതിയ നിയമത്തിലെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അനുഭവം എന്തായിരുന്നു? കർത്താവ് മനുഷ്യന്റെ ക്രോധത്തിന്റെ തിക്തഫലം അറിഞ്ഞവനാണ്. എന്തിനാണ് യേശുവിനെ ക്രൂശിച്ചത്? യേശു എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ? ആളുകളെ, രോഗികളെ സൗഖ്യമാക്കുകയും പാപികളെ ആ നിലയില് അവർക്ക് വിമോചനം നൽകുകയും പട്ടിണിയുള്ളവർക്ക് ഭക്ഷണം നൽകുകയും ഒക്കെയാണ് കർത്താവ് ചെയ്തത്. എന്നാൽ ആ പരീശന്മാരുടെയും ഒക്കെ അസൂയയും കർത്താവിനോടുള്ള ക്രോധവും കൊണ്ട് അവരെന്ത് ചെയ്തു? അവനെ ക്രൂശിക്കാനായിട്ട് ഏൽപ്പിച്ചു. കർത്താവിന്റെ ക്രൂശ് ഒരളവിൽ എന്തിനെ കാണിക്കുന്നു? മനുഷ്യന്റെ ക്രോധത്തെ കാണിക്കുന്നു. എന്നാൽ ആ ക്രൂശ് തന്നെയല്ലേ നമുക്ക് അനുഗ്രഹമായി തീർന്നത്, മാനവരാശിക്ക് അനുഗ്രഹമായി തീർന്നത്? ഇന്ന് നമ്മളൊക്കെ ഞായറാഴ്ച കൂടി ദൈവത്തെ സ്തുതിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നു. എന്തിന്റെ അടിസ്ഥാനത്തിൽ? ക്രൂശിൽ കർത്താവ് നമുക്കായി മരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അല്ലേ? അങ്ങനെയാണെങ്കിൽ ആ ക്രൂശിൽ സംഭവിച്ചത് യേശുവിന്റെ മരണം എന്തായിരുന്നു? മനുഷ്യന്റെ ക്രോധമായിരുന്നു. ആ ക്രോധത്തിന്റെ ഫലമായിട്ട് ഇന്ന് തലമുറകളായിട്ട് ലോകം മുഴുവൻ ദൈവത്തിന് സ്തുതി. കണ്ടോ, മനുഷ്യന്റെ ക്രോധത്തെ ദൈവത്തിന് സ്തുതിയാക്കി മാറ്റിയ വലിയ സംഭവമാണ് കാൽവറി ക്രൂശിൽ നടന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് മനുഷ്യന്റെ ക്രോധം ദൈവത്തെ സ്തുതിക്കും എന്നുള്ള ഈ കാര്യം നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ കൊണ്ടുവരണം. എന്തുകൊണ്ടാ
ഇത് ആഴത്തിൽ കൊണ്ടുവരണമെന്ന് പറയുന്നത്. പിന്നീടും നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണവും ആ രക്ഷണ്യ പ്രവർത്തിക്ക് ശേഷവും പലരുടെയും കാര്യങ്ങൾ ഓർത്താലും മനുഷ്യന്റെ ക്രോധം ദൈവത്തെ സ്തുതിക്കുമെന്നുള്ളതിന് ഉദാഹരണം പലരുടെ കാര്യത്തിൽ നമുക്ക് എടുക്കാൻ ഒക്കും. ഓരോ വാക്യത്തിൽ ഞാനങ്ങ് പറയാം. സ്തേഫാനോസിന്റെ കാര്യം നോക്കുക. ആദ്യത്തെ രക്തസാക്ഷി സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നു. എന്തുകൊണ്ട്? മനുഷ്യന്റെ ക്രോധം. പക്ഷേ അത് തന്നെയാണ് ശൗലെന്ന് അന്ന് അറിയപ്പെട്ടിരുന്ന ആ ആള്. കല്ലെറിഞ്ഞവരുടെ വസ്ത്രമൊക്കെ കാത്തുകൊണ്ട് നിന്ന ആ ശൗല് പിന്നീട് പൗലോസായി മാറിയത് എന്തുകൊണ്ടാ? അവിടെ എന്താ സംഭവിച്ചത്? മനുഷ്യന്റെ ക്രോധം ദൈവത്തെ സ്തുതിച്ചു. ഒരു സ്തേഫാനോസ് ആ നിലയിൽ കല്ലെറിഞ്ഞു കൊല്ലപ്പെട്ട് ആ നിലയിൽ ഒരു രക്തസാക്ഷി മരണം വരിച്ചില്ലായിരുന്നെങ്കിൽ പിന്നീട് ഒരു പക്ഷേ ഈ പൗലോസ് ഈ നിലയിൽ ഉണ്ടാകുമായിരുന്നോ എന്ന് നമുക്ക് സംശയം തോന്നും. പൗലോസ് തന്നെ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 22-ാം അധ്യായം 20-ാം വാക്യത്തില് പൗലോസ് തന്നെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ അന്ന് അവരുടെ വസ്ത്രം കാത്തുകൊണ്ട് നിന്നു, സ്തേഫാനോസ് കൊല്ലപ്പെടുന്നത് ഞാൻ കണ്ടു, അതാണ് എൻ്റെ ജീവിതത്തിൽ വ്യത്യാസമുണ്ടായത് എന്നുള്ള സൂചന തൻ്റെ പ്രസംഗത്തിൽ അപ്പോസ്തല പ്രവൃത്തി 22-ന്റെ-20 നമ്മൾ കാണുന്നു. നോക്കുക, മനുഷ്യന്റെ ക്രോധം ആദ്യ രക്തസാക്ഷിയെ ഉണ്ടാക്കി, സ്തേഫാനോസിനെ ഉണ്ടാക്കി. പക്ഷെ അത് തന്നെയാണ് ദൈവത്തിന് സ്തുതിയായിട്ട് ഇത്രയേറെ ലേഖനങ്ങൾ എഴുതിയ ഈ ക്രിസ്തീയ സത്യങ്ങളെ ആ നിലയിൽ 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഉറപ്പിക്കാനായിട്ട് ദൈവം ഉപയോഗിച്ച പൗലോസിന്റെ രൂപാന്തരം ഉണ്ടായത് ഈ മനുഷ്യന്റെ ക്രോധത്തിന്റെ തുടർച്ചയും ഭാഗവുമാണ്. നമ്മൾ നോക്കുക, പൗലോസിന്റെ ജീവിതത്തിൽ ഏതെല്ലാം ഇതുപോലെയുള്ള രംഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. താന് എഴുതിയിട്ടുള്ള പൗലോസിന്റെ ഒരു പുസ്തകം ഫിലേമോൻ എഴുതിയിട്ടുള്ളതാ. അതെന്തായിരുന്നു നമുക്കറിയാം. അത് എന്തിനു വേണ്ടിയാണ്? ഒനേസിമോസ് എന്ന് പറഞ്ഞ് താനെ കാരാഗ്രഹത്തിൽ വെച്ച് ജനിപ്പിച്ച മകന് വേണ്ടി. ഫിലേമോന്റെ പുസ്തകം 10-ഉം 11-ഉം വാക്യങ്ങൾ നിങ്ങൾ നോക്കിയാൽ മതി, നമുക്ക് എടുത്ത് വായിക്കാൻ സമയമില്ല. അവിടെ എന്താ, ഒനേസിമോസിനെ എന്തുകൊണ്ടാണ് പൗലോസ് വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ ഇടയായത്? ആ സമയത്ത് താൻ കാരാഗ്രഹത്തിൽ കിടന്നത് കൊണ്ടാണ്, ജയിലിൽ കിടന്നത് കൊണ്ടാണ് ഈ ഒനേസിമോസിനെ വിശ്വാസിയാക്കാനായിട്ട് കഴിഞ്ഞത്. പൗലോസിനെ കാരാഗ്രഹത്തിൽ അടച്ചത് എന്തായിരുന്നു? മനുഷ്യന്റെ ക്രോധം. പക്ഷേ ആ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് തന്നെ ഒനേസിമോസിനെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞപ്പം മനുഷ്യന്റെ ആ ക്രോധം ദൈവത്തെ സ്തുതിക്കുന്നു. നോക്കുക, കാരാഗ്രഹാനുഭവങ്ങള് അവിടെ ആ കാരാഗ്രഹത്തിലെ അനുഭവങ്ങളാണ് പൗലോസിനെ പൗലോസാക്കി മാറ്റിയത്. കാരാഗ്രഹം പൗലോസിന് നിരന്തരം കൊടുത്തത് മനുഷ്യന്റെ ക്രോധം മൂലമാണ്. പക്ഷെ ആ ക്രോധത്തെ ദൈവം എന്താക്കി തീർത്തു? മനോഹരമായ ലേഖനങ്ങളിലൂടെ ഒക്കെ പൗലോസ് പിന്നീട് നമ്മളോടൊക്കെ ഇന്ന് തലമുറകൾക്ക് ശേഷവും സംവദിക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത് എന്താ? മനുഷ്യന്റെ ക്രോധം ദൈവത്തെ സ്തുതിക്കും എന്നുള്ളതിന് ഉദാഹരണമാണ് നമുക്കിത് പറയാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ മനുഷ്യന്റെ ക്രോധം ദൈവത്തെ സ്തുതിക്കുമെന്നുള്ളത് നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ എങ്ങനെയാ അതിനെ പ്രായോഗികമായിട്ട് എടുക്കേണ്ടത്? ഇത്രയും പേരുടെ അനുഭവങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവണം. അതുകൊണ്ട് ഇന്ന് മനുഷ്യന്റെ ക്രോധം നമുക്കെതിരെ വരുമ്പോ നമ്മൾ ഉടനെ അതിനെ എന്തായിട്ടാ കാണേണ്ടത്? ഇത് ദൈവത്തെ സ്തുതിക്കാനുള്ള ഒരു സാധ്യതയായിട്ടാണ്. എൻ്റെ ജീവിതത്തിൽ നാളെ ദൈവത്തിന് സ്തുതി വരുത്താൻ മുഖാന്തരമാക്കാനാണ് ഈ ക്രോധം എന്നുള്ള കാര്യം നമ്മൾ കണ്ടു കഴിയുമ്പോൾ നമ്മളെ ഉപദ്രവിക്കുന്ന, നമ്മളോട് ക്രുദ്ധരായിട്ട് പെരുമാറുന്ന ആളുകളോട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവരെ സ്നേഹിക്കാൻ കഴിയും. മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 5-ാം അധ്യായത്തില് പർവ്വത പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ള പലതും ഇതൊന്നും പ്രായോഗികമായിട്ട് നടക്കുകയില്ല എന്നാണല്ലോ പലരും ചിന്തിക്കുന്നത്. എന്നാൽ അവിടെ കണ്ടോ, ആ പർവ്വത പ്രസംഗത്തിലെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. 5-ന്റെ-43 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ വായിക്കുക. കൂട്ടുകാരനെ സ്നേഹിക്കുകയെന്നും
ശത്രുവിനെ പകയ്ക്ക എന്ന് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ. കണ്ടോ, നമ്മള് യഥാർത്ഥത്തിൽ സമൂഹത്തിന്റെ മുമ്പാകെ സ്വർഗസ്ഥനായ കർത്താവിന്റെ മക്കളായി തീരുന്നു എന്നുള്ള തെളിവ് കൊടുക്കുക. അങ്ങനെ ദൈവത്തിന് സ്തുതി കൊണ്ടുവരിക. ആ സ്തുതി കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? നമ്മള് ശത്രുക്കളിൽ നിന്ന് ഉപദ്രവങ്ങൾ സഹിച്ച്, പക്ഷെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ സ്നേഹിക്കുകയും ചെയ്തുകൊണ്ടാണ് നമുക്ക് ദൈവത്തിന് മഹത്വം കൊണ്ടുവരാൻ കഴിയുന്നത്. മനുഷ്യന്റെ ക്രോധമാണ് ഈ ശത്രുക്കളും അവരുടെ ഉപദ്രവങ്ങളും പ്രതിദാനം ചെയ്യുന്നത്. പക്ഷേ നമ്മള് സ്വർഗസ്ഥനായ പിതാവിന്റെ പുത്രന്മാർ എന്ന് നമ്മള് ഇന്ന് സമൂഹത്തിന് മുൻപാകെ സമൂഹം നമ്മളെ കാണുമ്പം അതെന്ത് കൊണ്ടുവരുന്നു? ദൈവത്തിന് സ്തുതി കൊണ്ടുവരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സാധ്യതകളെ നമ്മൾ കാണണം. ഇവിടെ മത്തായി എഴുതിയ സുവിശേഷം അതിന്റെ 5:16 വാക്യം നോക്കുക. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. എങ്ങനെയാണ് അത് നടക്കുന്നത്? നമുക്കെതിരെ മോശമായി പെരുമാറുന്ന, നമ്മളെ ഉപദ്രവിക്കുന്ന നമ്മുടെ ശത്രുക്കളോട് നമ്മൾ ആ നിലയിൽ തിന്മയായിട്ട് പെരുമാറാതെ കർത്താവിന്റെ സ്വഭാവത്തിന് അനുയോജ്യമായ വിധം നമ്മൾ പെരുമാറുമ്പം അത് ദൈവത്തിന് സ്തുതിയായി, ദൈവത്തിന് മഹത്വമായി. ദൈവത്തിന് ആ സ്തുതിയും മഹത്വം എങ്ങനെ കിട്ടി? നമ്മളോട് ഈ ശത്രുക്കള് മോശമായി പെരുമാറിയതിന്റെ അനന്തരഫലമാണ്. നമ്മളോട് മോശമായി പെരുമാറിയതിനെ മനുഷ്യന്റെ ക്രോധം എന്ന പട്ടികയിൽ നമുക്ക് ഉൾപ്പെടുത്താം. പക്ഷേ അവിടെ നമ്മൾ റോമർ 8:29 നമ്മൾ വായിച്ചതുപോലെ അവന്റെ സ്വഭാവത്തോട് അനുരൂപമായി നമ്മൾ പെരുമാറുമ്പം അത് ആത്യന്തികമായി ദൈവത്തിന് സ്തുതിയാകും. മനുഷ്യന്റെ ക്രോധം ദൈവത്തെ സ്തുതിക്കും എന്നുള്ളതാണ് അവിടെയും സംഭവിക്കുന്നത്. അപ്പോ ഈ പറഞ്ഞതുപോലെ മോശയുടെ ഉദാഹരണവും ജോസഫിന്റെ ഉദാഹരണവും എസ്തേറിന്റെ മൊർദെഖായിയുടെ ഉദാഹരണവും ഒക്കെ കഴിഞ്ഞ കാലത്ത് അങ്ങനെയൊക്കെ നടന്നു എന്ന് പറഞ്ഞ് നമുക്ക് മാറി നിൽക്കാനൊക്കുകയില്ല. ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മളാണ് മനുഷ്യന്റെ ക്രോധം ദൈവത്തെ സ്തുതിക്കും എന്നുള്ളത് നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ ആ നിലയിൽ തെളിയിച്ചു കൊടുക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഇതെങ്ങനെ തെളിയിച്ചു കൊടുക്കാനൊക്കും? 2 കാര്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. നമ്മൾ സാധാരണ മനുഷ്യന്റെ ക്രോധം നമുക്കെതിരെ ഉണ്ടാകുമ്പോൾ സാധാരണ ആളുകളുടെ മനോഭാവം എന്താണ്? അതിനോടുള്ള എതിർപ്പും അവരോടുള്ള വൈരാഗ്യവും കയ്പുമാണ്. നമ്മളെ ആളുകൾ ആവശ്യമില്ലാതെ ഉപദ്രവിക്കുമ്പോൾ, നമ്മളോട് ക്രോധം കാണിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനുഷ്യത്വത്തില് നമുക്കതിനോടുള്ള പ്രതികരണം എന്താ? അവരോട് കയ്പും കോപവും ഈർഷ്യയും പിണക്കവും വൈരാഗ്യവും ഒക്കെ തന്നെയാണ്. കണ്ടോ, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യത്തില് നമ്മൾ അങ്ങനെ കോപിച്ചാൽ, അതിന്റെ മുകളിൽ നോക്കുക, കോപിക്കുന്നതിനെ കുറിച്ചാണ്. കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ, സൂര്യൻ അസ്തമിക്കുമ്പോഴും നിങ്ങളുടെ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. അങ്ങനെ നമ്മളോട് മോശമായിട്ട് പെരുമാറിയ, നമ്മളോട് മനുഷ്യന്റെ ക്രോധം കാട്ടിയ ആളുകളോട് നമ്മളും ആ നിലയിൽ തെറ്റായിട്ട് കയ്പോടെ പ്രവർത്തിച്ചാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? പിശാചിന് ഇടം കൊടുക്കുക ചെയ്യുന്നത്. അങ്ങനെ പിശാചിന് ഇടം കൊടുത്താൽ മനുഷ്യന്റെ ക്രോധം ദൈവത്തെ സ്തുതിക്കുകയില്ല. മറിച്ച് എങ്ങനെയാണ് മനുഷ്യന്റെ ക്രോധം ദൈവത്തെ സ്തുതിക്കുന്നു എന്ന് നമുക്ക് നമ്മുടെ ജീവിതം കൊണ്ട് അതെങ്ങനെയാണ് സാധിക്കാനായിട്ട് കഴിയുന്നത്? കണ്ടോ, ഒരു തരത്തിലുള്ള പ്രതികരണമാണ് ഇവിടെ എഫേസ്യർ 4:26-27 വാക്യങ്ങളിൽ പറയുന്നത്. കയ്പോടെ, കോപത്തോടെ. സൂര്യൻ അസ്തമിച്ചു കഴിയുമ്പോഴും കോപം വെച്ചുകൊണ്ടിരുന്നാൽ ആ കോപം എന്തായി മാറും? കയ്പായി മാറും. നമുക്ക് ഒരാളോട് ഉള്ള കോപത്തെ നമ്മൾ പേർത്തും ഹൃദയത്തിൽ കൊണ്ട് നടക്കുകയും അതിൻ്റെ മേലെ സൂര്യൻ അസ്തമിക്കുകയും ചെയ്താൽ ആ കോപം എന്തായി മാറി? കയ്പായി മാറി.
കയ്പും വിരോധവുമായി മാറി. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള കയ്പുകൾ എന്തെങ്കിലും ഉണ്ടോ? പ്രിയപ്പെട്ടവരെ, ഞാനൊരു സത്യം പറയട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഒരാളോട് പോലും നമുക്കൊരു കയ്പില്ല എന്ന് നമ്മൾ നെഞ്ചത്ത് കൈവച്ച് പറയാൻ കഴിയണം. എങ്കിലേ ദൈവത്തിന് സ്തുതിയാവുകയുള്ളൂ. നിങ്ങളെ തന്നെ ഒന്ന് നോക്കുക. എവിടെയെങ്കിലും കഴിഞ്ഞ കാലഘട്ടത്തിൽ അവരൊക്കെ മനുഷ്യരുടെ ക്രോധം നിങ്ങളോട് കാണിച്ചിട്ടുണ്ട്. ആ ക്രോധത്തിന് മറുപടി പക്ഷേ നമ്മുടെ മറുപടി എന്തല്ല? ക്രോധത്തിന് ക്രോധമല്ല, മറിച്ച് ക്രോധത്തിന് ദൈവത്തെ സ്തുതിക്കത്തക്ക നിലയിലായി തീരണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലത്ത് ഇത്രയും വർഷങ്ങൾ കടന്നു പോയല്ലോ, നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കുക. വീട്ടിൽ ചെന്നിട്ട് ചിന്തിച്ചു നോക്കുക. ഏതെങ്കിലും ഒരാളോട് ക്ഷമിക്കാത്ത, ഇപ്പോഴും ആ ആളിനെ ഓർക്കുമ്പോൾ കയ്പ് തോന്നുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനെങ്കിലും ഭൂമിയുടെ മുഖത്തുണ്ടെങ്കിൽ മനുഷ്യന്റെ ക്രോധം ദൈവത്തെ സ്തുതിക്കും എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം യാഥാർത്ഥ്യമായിട്ടില്ല എന്നല്ല നമ്മൾ കാണേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ കയ്പ് വെക്കാമോ? ഈ കയ്പ് വെച്ചുകൊണ്ടിരുന്നില്ലെങ്കിൽ അത് ക്ഷമിക്കുന്നതാണ് ദൈവത്തിന് സ്തുതി. നമ്മുടെ നേരെ ക്രോധം വന്നാൽ അതിനോടുള്ള ഒരു പ്രതികരണമാണ് നമ്മൾ ഇവിടെ വായിച്ചത്. മറ്റൊരു പ്രതികരണം കാണുക. മറ്റൊരു പ്രതികരണം 2 കൊരിന്ത്യർ 2-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ, 2 കൊരിന്ത്യർ 2-ാം അധ്യായം അതിന്റെ 14 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. എന്താ അവിടെ നമ്മൾ കാണുന്നത്? ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും, എപ്പോഴും എന്നതിന്റെ അടിയിൽ അണ്ടർലൈൻ ചെയ്യണേ, എപ്പോഴും ജയോത്സവമായി നടത്തുകയും, എല്ലായിടത്തും അതിന്റെ അടിയിലും അണ്ടർലൈൻ ചെയ്യണേ, എപ്പോഴും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാകുന്നു. കണ്ടോ? ഇതാണ് നമുക്കെതിരെയുള്ള മനുഷ്യന്റെ ക്രോധത്തിനുള്ള 2-ാമത്തെ പ്രതികരണം, ദൈവഹിതപ്രകാരമുള്ള പ്രതികരണം. അതെന്താ? നമ്മളെ പീഡിപ്പിച്ചാൽ, നമ്മളോട് മോശമായി പെരുമാറിയാൽ, അതിന്റെ മുൻപാകെ തകർന്നു പോയാലും നമ്മൾ എന്തോ വേണം? നമ്മിൽ നിന്ന് സൗരഭ്യവും ആ നിലയിലുള്ള സ്നേഹവും ആ നിലയിലുള്ള ക്ഷമിക്കുന്ന മനോഭാവവും പുറപ്പെടണം. അപ്പോൾ നമ്മൾ എന്തായി തീരും? ക്രിസ്തുവിന്റെ സൗരഭ്യമായി തീരും. എളുപ്പമുള്ള കാര്യമല്ലിത്. പക്ഷേ ഇതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ട്? മനുഷ്യന്റെ ക്രോധം ദൈവത്തെ സ്തുതിക്കണമെന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകണമെങ്കിൽ നമ്മൾ ഇങ്ങനെ പെരുമാറണം. ഇവിടെ കണ്ടോ, ഇവിടെ ക്രിസ്തുവിന്റെ സൗരഭ്യമാണ്. ഒരു സൗരഭ്യം നൽകുന്ന ചില സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ എന്താ? അത് വെറുതെ ഇരുന്നാൽ അതിന്റെ സൗരഭ്യം വരികയില്ല. അതിനെ ചിലര് ഇടിച്ചു പൊടിക്കുമ്പോഴാ അതിൽ നിന്ന് എന്ത് വരുന്നത്? സൗരഭ്യം പുറപ്പെടുന്നു ഇല്ലേ? മണം നൽകുന്ന ചില കാര്യങ്ങളെ ക്രഷ് ചെയ്യുമ്പോഴാണ് അതിൽ നിന്ന് സൗരഭ്യം ഉയരുന്നത്. നമ്മളെ ഈ മനുഷ്യന്റെ ക്രോധം എന്ത് ചെയ്യുന്നു? നമ്മളെ ക്രഷ് ചെയ്യാൻ നമ്മൾ അനുവദിക്കണം. അല്ലാതെ അതിൻ്റെ നേരെ കൈപ്പോടെ നിൽക്കാൻ നമ്മൾ ഇടയാകരുത്. എഫേസ്യ ലേഖനം 4:27 പെരുമാറ്റമല്ല നമുക്ക് വേണ്ടത്. 26-27 പെരുമാറ്റമല്ല നമുക്ക് വേണ്ടത്. അങ്ങനെ പെരുമാറിയാൽ നമ്മൾ ക്രിസ്തുവിന്റെ സൗരഭ്യവാസന ആവുകയില്ല. അങ്ങനെ പെരുമാറിയാൽ മനുഷ്യന്റെ ക്രോധം ദൈവത്തെ സ്തുതിക്കുകയില്ല. മറിച്ച് ഇവിടെ ഇതാ 2 കൊരിന്ത്യർ 2:14-15 നമ്മൾ കണ്ടതുപോലെ സാഹചര്യം എന്തായാലും നമുക്ക് ക്രിസ്തുവിന്റെ സൗരഭ്യമായിട്ട് നിൽക്കാൻ കഴിയും. എങ്ങനെ നിൽക്കാൻ കഴിയും? നമ്മളോട് ക്രോധം കാണിച്ചവരോട് നമ്മൾ ക്ഷമിക്കുകയും, ശത്രുക്കളോട് സ്നേഹിക്കാൻ ആ നിലയിൽ അതിനെ വിട്ട് കളയുകയും ചെയ്താൽ. ഞാനിത് പറയുമ്പോൾ യാഥാർത്ഥ്യബോധമല്ലാതെ അല്ല പറയുന്നത്. തീർച്ചയായിട്ടും ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരോടും നമുക്ക് എപ്പോഴും ഫെലോഷിപ്പും കൂട്ടായ്മയും ഉണ്ടാക്കാൻ കഴിയും എന്ന് ഞാൻ പറയുന്നില്ല. പൗലോസ് തന്നെ അത് പറയുന്നുണ്ടല്ലോ, കഴിയുമെങ്കിൽ സകല മനുഷ്യരോടും
സമാധാനമായിരിപ്പീൻ. കണ്ടോ, ദൈവവചനം എത്ര യാഥാർത്ഥ്യബോധമുള്ളതാ. സകല മനുഷ്യരോട് സമാധാനം ആചരിപ്പീൻ എന്നല്ല പറഞ്ഞേക്കുന്നത്. എന്തുവാ പിന്നെന്തുവാ പറഞ്ഞേക്കുന്നത്? കഴിയുമെങ്കിൽ, ഇഫ് പോസിബിൾ. അങ്ങനെ വേറെ എവിടെയെങ്കിലും ഒരു കൽപ്പന തന്നിട്ടുണ്ടോ? കഴിയുമെങ്കിൽ കൊലപാതകം ചെയ്യാതിരിപ്പീൻ, കഴിയുമെങ്കിൽ വ്യഭിചാരം ചെയ്യാതിരിപ്പീൻ എന്നാണോ? അല്ല, അല്ല. കൊല ചെയ്യരുത്, ഫുൾ സ്റ്റോപ്പ്. വ്യഭിചാരം ചെയ്യരുത്, ഫുൾ സ്റ്റോപ്പ്. ആ നിലയിൽ സകല മനുഷ്യരോട് സമാധാനം ആചരിപ്പീൻ, ഫുൾ സ്റ്റോപ്പ് എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? പ്രിയപ്പെട്ടവരെ, നമ്മൾ അവരോട് ക്ഷമിച്ചാലും, നമ്മൾ അവരോട് കയ്പ് സൂക്ഷിച്ചില്ലെങ്കിലും അവര് ചിലപ്പോ നമ്മളോട് നല്ല സമാധാനത്തിൽ വന്നില്ല എന്ന് വരാം. അന്യോന്യമുള്ള സമാധാനം രണ്ടുപേരെ ആശ്രയിച്ചായിരിക്കുന്നത്. നമ്മളെ ആശ്രയിച്ചും നമുക്കെതിരെ പ്രവർത്തിച്ചവരോ ആശ്രയിച്ചു. നമ്മളത് വിട്ടുകളഞ്ഞു, നമ്മൾ അവരോട് ക്ഷമിച്ചു, നമുക്കവരോട് സ്നേഹവും അവരെ ഓർക്കുമ്പോൾ പ്രാർത്ഥനയുമാണുള്ളത്. എങ്കിലും ചിലപ്പോൾ അവരോട് നല്ല കൂട്ടായ്മ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് വരികയില്ല. കാരണം കഴിയുമെങ്കിൽ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാ? അത് അവരെ കൂടെ ആശ്രയിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. കൂട്ടായ്മ ഉണ്ടാക്കേണ്ടത് അവരെ കൂടെ ആശ്രയിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മളോടുള്ള ബന്ധത്തിൽ നമുക്ക് ഒരു കാര്യം ഉറപ്പാക്കാൻ കഴിയും. എന്ത്? ഞാന് ഒരാളോടും കയ്പ് സൂക്ഷിക്കുന്നില്ല, ഞാൻ എല്ലാവരോടും ക്ഷമിച്ചു. എന്നോട് ക്രോധം കാട്ടിയവരോടൊക്കെ ഞാൻ എന്ത് ചെയ്തു? ക്ഷമിച്ച് അവരെ ഓർത്ത് പ്രാർത്ഥിച്ച് ഞാൻ ദൈവത്തെ സ്തുതിയാക്കി ആ ക്രോധത്തെ മാറ്റുന്നു എന്നുള്ള അത്രയുമെങ്കിലും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവണം. അത്രയും ഉണ്ടാകുമ്പോൾ ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയായി നമ്മൾ മാറും. നമ്മൾ പറഞ്ഞു തുടങ്ങിയത് എമി കാർമൈക്കിൾ എന്ന് പറഞ്ഞ ദൈവദാസി പറഞ്ഞ ആ വാക്യത്തിൽ നിന്നാ. എങ്ങനെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ നോക്കും? ഇവിടെ കൂടി നമുക്ക് എല്ലാവർക്കും എണ്ണീറ്റ് ദൈവത്തെ സ്തുതിക്കാം എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാവരും നമ്മളെല്ലാവരും എണ്ണീറ്റ് എന്ന്, ഓ ദൈവമേ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു, അങ്ങനെ 50 വട്ടം പറഞ്ഞുകൊണ്ട് സ്തുതിയായോ? ദൈവത്തെ കബളിപ്പിക്കാൻ ഒക്കുകയില്ല. ദൈവം സ്തുതിക്കുന്നു സ്തുതിക്കുന്നു എന്ന് പറയുന്ന എൻ്റെയും നിന്റെയും ഹൃദയത്തിൽ നോക്കുമ്പോൾ നമ്മൾ അവിടെ ചിലരോടൊക്കെ കയ്പ് സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ, കയ്പ് സൂക്ഷിക്കാൻ നമുക്ക് മതിയായ കാരണമുണ്ട്. അവര് ക്രോധം കാണിച്ചു, ഓക്കെ, സമ്മതിച്ചു. പക്ഷേ മനുഷ്യന്റെ ക്രോധം എന്നെയും നിന്നെയും സംബന്ധിച്ച് ദൈവത്തിന് സ്തുതിയായി മാറണം. അതാകുന്നില്ലെങ്കിൽ നമ്മൾ വെറുതെ എണീറ്റ് നിന്ന് ദൈവമേ സ്തുതിക്കുന്നു 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 എന്ന് പറഞ്ഞാൽ നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തിന് സ്തുതിയാണോ നൽകുന്നത്? ദൈവത്തെ കബളിപ്പിക്കാനൊക്കെയില്ല. പ്രിയപ്പെട്ടവരെ, കേവലം ചില ചടങ്ങുകളിൽ നിന്ന്, മതത്തിന്റെ മതത്തിന്റെ ചില ആ ചടങ്ങുകളും രീതികളിൽ നിന്നും യഥാർത്ഥ ആത്മീയതയിലേക്ക് നമ്മൾ വരണം. ഇപ്പോഴെങ്കിലും നമ്മൾ വന്നില്ലെങ്കിൽ ഇനി എന്നാ വരാൻ പോകുന്നത്? അതുകൊണ്ട് മനുഷ്യന്റെ ക്രോധം ദൈവത്തെ സ്തുതിക്കുന്നു എന്ന ഈ വാക്യം, ആ കൊച്ചുവാക്യം, സങ്കീർത്തനത്തിലെ ഒരു കൊച്ചുവാക്യം, നമ്മളത് വായിക്കുക. വായിച്ചിട്ട് സകല മനുഷ്യരോടും ക്ഷമിക്കുകയും ക്രിസ്തുവിന്റെ സൗരഭ്യവാസിനായി ഇരിക്കുകയും ചെയ്തിട്ട് നമ്മൾ അതിനോട് ചേർത്ത് രണ്ടാമത്തെ ഭാഗം നമ്മൾ പറയണം. ഏത് ഭാഗം? മനുഷ്യന്റെ ക്രോധം ദൈവത്തെ സ്തുതിക്കും നിശ്ചയം എന്നുള്ളത് നമ്മൾ നെഞ്ചത്ത് കൈവച്ച് പറയണം.